ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സെൻറ് തോമസ് ബോണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. പപ്പയും മമ്മിയും കുറേ നാൾ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ സെൻറ് തോമസ് ബോണ്ടിനെ പറ്റി പറയാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആകാംക്ഷയായിരുന്നു എന്താണ് ഈ സെൻറ് തോമസ് ബോണ്ടിലുള്ളതെന്ന്. ഞാൻ ഓൾറെഡി പപ്പയുടെ മമ്മിയുടെ കൂടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാം. നമ്മുടെ കോളേജിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ 2 ബസ് കയറി ഒരു മെട്രോയും കയറിയിട്ട് വേണം നമുക്ക് ഈ സെൻറ് തോമസ് ബോണ്ടിൽ പോകാൻ. ഇവിടെ വുമൺ ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. എല്ലാ ബസ്സിലൊന്നുമില്ല, ചില ബസ്സിൽ മാത്രം. ഫസ്റ്റ് നമുക്ക് മെട്രോ പോകണമെങ്കിൽ കോയമ്പേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ ഉള്ളത്. ഇപ്പോൾ ഇവൾ എന്ത് തെറ്റ് പറഞ്ഞാലും അതിൽ കയറി തൂങ്ങിപ്പിടിച്ച് അവളെ കളിയാക്കാന്നുള്ളൊരു ഹോബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ മെട്രോ വന്ന്, ബട്ട് നമുക്ക് പോകാനുള്ള മെട്രോ അതായിരുന്നില്ല. നമ്മുടെ ഗ്യാങ്ങിനൊരു പ്രത്യേകതയുണ്ട്, എല്ലാവർക്കും ലോകപരിചയം ഭയങ്കര കൂടുതലാണ്. ഇനി അതുകൊണ്ടാണോ അല്ല മെട്രോയിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങാതെ എയർപോർട്ടിൽ പോയി ഇറങ്ങേണ്ടി വന്നു. ഈ മെട്രോയും എയർപോർട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് 96 മൂവിയാണ് ഓർമ്മ വന്നത്. പിന്നെ അവിടെ നിന്ന് ഓട്ടോയും പിടിച്ച് നമ്മൾ നേരെ സെൻറ് തോമസ് ബോണ്ടിലേക്ക് വിട്ട്. ചെന്നൈയിൽ വന്നിട്ട് ഓട്ടോയിൽ കയറായിരുന്ന മോശമല്ലേ? ഇതാണ് നമുക്ക് സെൻറ് തോമസ് ബോണ്ടിൽ കയറാനുള്ള വഴി. നമുക്ക് നടന്ന് മല കയറണമെങ്കിൽ ഈ വഴി യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ട് കയറാൻ വേറെ വഴിയുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ സൈഡിൽ കുറേ ബോഗെയിൻവില്ല കണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മല കയറി പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഈ പള്ളിക്കകത്ത് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചു. ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കുന്നില്ലേ, അത് പോർച്ചുഗീസ് ഭാഷയാണ്. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതാണ് മീനമ്പാക്കം എയർപോർട്ട്. ടേക്ക് ഓഫ് ഒക്കെ നല്ല രീതിക്ക് ഇവിടെ നിന്നാൽ കാണാം. ഈ പള്ളിയിൽ കുറേ സർവീസസ് ഉണ്ട്. സൺഡേയിൽ നമ്മൾ ചെന്ന സമയത്ത് ഇംഗ്ലീഷ് സർവീസാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ നിൽക്കുന്ന ആൽമരം കണ്ടില്ലേ, 175 വർഷം പഴക്കമുണ്ടെന്ന് ഇതിന്. ഈ പള്ളിയുടെ തൊട്ട് താഴെ ഉണ്ടല്ലോ 2 ബിൽഡിങ്സ് ഉണ്ട്. ഒന്ന് വന്ന് ചാപ്പലും ഒന്ന് വന്ന് മ്യൂസിയവുമാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ ചാപ്പലുണ്ടല്ലോ സെയിൻറ്റ് തോമസ്, അതായത് തോമാസ് ലീഹയുടെ അവസാന കാലഘട്ടത്തിൽ, അതായത് മരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പള്ളിയുടെ തന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പാറക്കൂട്ടങ്ങളുണ്ട്. അവിടെ നമുക്ക് ഈ ആഗ്രഹം പറഞ്ഞിട്ട് ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ വീഴാതെ അടുക്കി വെച്ച് അത് സാധിക്കുമെന്നാണ് കേട്ടോ. നമുക്കിനി മ്യൂസിയത്തിലോട്ട്. ഈ മ്യൂസിയത്തിനുള്ളിലുണ്ടല്ലോ തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുന്നുണ്ട്. AD 52 തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നത്. അത് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ തോമാസ് ലീഹ പണിത പള്ളികളും പിന്നെ ഈ പള്ളി പണിയാനുണ്ടായ സാഹചര്യങ്ങളും ഹിസ്റ്ററിക്കൽ എവിഡൻസും എല്ലാം ഇതിലുണ്ട്. ഈ കാണുന്നത് നമ്മുടെ കേരളത്തിൽ വന്ന് തോമാസ് ലീഹ പണിത പള്ളികളാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ്, തമിഴ് ലാംഗ്വേജിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടോ. ഇതാണ് സെൻറ് തോമസ് മൗണ്ടിൻ്റെ മിനിയേച്ചർ. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, 500 വർഷം പഴക്കമുള്ള, അതായത് 18th സെഞ്ച്വറി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോപ്പർ കോയിനാണ് ഇത്. പിന്നെ ഈ പള്ളി പൊളിച്ചു പണിതപ്പോൾ കിട്ടിയ എവിഡൻസസ് ആണ് ഇതൊക്കെ. ഈ പള്ളിയിൽ വരാറുള്ളവർ പൊതുവെ ഈ ക്രോസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഞാനും അങ്ങനെ ഫോട്ടോ എടുത്ത്. ഈവനിങ് ടൈമാണ് ഇവിടെ വരാൻ ബെസ്റ്റ് കേട്ടോ, അല്ലെ നല്ല രാവിലെ വരണം. നമ്മളൊരു ഉച്ച സമയത്ത് വന്നുകൊണ്ട് നല്ല വെയിലായിരുന്നു, അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ലാസ്റ്റ് വട്ടം എൻ്റെ പപ്പയുടെ മമ്മിയുടെ കൂടെ ഒക്കെ വന്നപ്പം ഞാൻ ഈവനിങ് ആട്ടോ വന്നത്. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു. ഈ പള്ളിയുടെ ഫ്രണ്ടിലൊരു മാതാവുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയും കണ്ട് പ്രാർത്ഥിച്ചൊക്കെ വെളി വന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി. ഇങ്ങനെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് പോകാം കേട്ടോ. പക്ഷെ നമ്മൾ നടന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്, കാരണം കാഴ്ചകളൊന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ. കണ്ടോ, ഇവിടെ ഇന്ന് ചെന്നൈ ഫുള്ളായിട്ട് കാണാമെന്നാണ് അന്ന് എൻ്റെ പപ്പ തള്ളിയത്. അങ്ങനെ സെൻറ് തോമസ് ബോണ്ട് ഇറങ്ങി താഴെ വന്നപ്പോൾ അവിടെ വീണ്ടും ഒരു ചർച്ച കേട്ടോ. അത് നല്ല പഴക്കമുള്ളതാണ്, 1829 പണിത പള്ളിയാണ്. അങ്ങനെ അത് നമ്മൾ ചുറ്റി കണ്ടു. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് പള്ളികൾ. അങ്ങനെ വീണ്ടും ഒരു ചർച്ചയാണ്, ഞങ്ങൾ അവിടെയും കയറി കേട്ടോ. അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ മെട്രോയിലോട്ട്. നമ്മൾ നടന്ന് തന്നെ വന്ന്. സൈഡിൽ മരമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തണൽ പിടിച്ചെങ്കിൽ പോരുന്നു. സാധാരണ പള്ളിയിൽ പോകുമ്പോൾ രാവിലെ ഒന്നും കഴിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ റൈസ് കഴിച്ചു. ഈ കാണുന്നതാണ് ഗൈസ് VR മോൾ. ചെന്നൈയിൽ ഒത്തിരി മോളുകളുണ്ടെങ്കിലും നമ്മുടെ കോളേജിൻ്റെ അടുത്ത് കുറച്ചെങ്കിലും അടുത്ത് ഈ VR മോളാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ VR മോളിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട് വല്ലപ്പോഴും. അങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് നമ്മുടെ ചക്കച്ചോള കണ്ണിൽപ്പെട്ടത്. 4 ചക്കച്ചോളയ്ക്ക് 60 രൂപ. എൻ്റെ നാട്ടിൽ ഞാൻ ഈ ചക്കച്ചോള കൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ ആരായിരുന്നു, അംബാനി. അങ്ങനെ മിനിസോയിലും കയറി. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് വീണ്ടും ചളി എടുക്കാൻ തുടങ്ങി. ഇത് വില്യമിൻ്റെ കടയാണ്, അതായത് എൻ്റെ പപ്പയുടെ കടയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് അവൾ വാ തുറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വിവരം വെച്ചിട്ട് കൂടുതലാണ്. അതുകൊണ്ട് കോളേജിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാതെ കോളേജിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ നടന്ന് ആ നടന്നതിൻ്റെ കിതപ്പ് മാറാനായിട്ട് കോളേജിന് തൊട്ട് ഫ്രണ്ടിലുള്ള റീം കഫേ കയറി ജ്യൂസും വാങ്ങിച്ചു. രാത്രിത്തേക്കുള്ള ഫുഡും വാങ്ങിച്ചു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു സിജ നീ പറയുന്ന ദിവസം? സൂപ്പർ എൻജോയ് ചെയ്തോ?
എൻജോയ് ചെയ്ത് ഗൈസ്. ആ മുഖത്ത് ക്ഷീണം കണ്ട് അറിയാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒട്ടും നടക്കേണ്ട വന്നില്ല അല്ലേ? അതെ, നടക്കേണ്ട വന്നില്ല, കാലൊന്നും ഒരു വേദനയില്ല. നമ്മൾ പോയതിൽ ഏറ്റവും ലാഭകരമായ ഒരു യാത്രയായിരുന്നു. ഇല്ല, വെറും ലാഭകരമായിരുന്നു ഗൈസ്. തമിഴ്നാട് ഗവൺമെന്റിനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊന്ന് പറയട്ടോ, ഇത് പിന്നെ അടുത്ത വർഷം ഉണ്ടോ? കേരള ഗവൺമെന്റിനെ നമുക്ക് പണ്ടേ ഇഷ്ടമാണ്. ഇല്ല ഗൈസ്, നമുക്ക് ഇങ്ങനെ നമുക്ക് അടിപൊളി പരിപാടിയായിരുന്നു അല്ലേ? അതെ. ബൈ ഗൈസ്.